പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം വെളിപ്പാട് പുസ്തക ജീവപഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നാം 1-ാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. 1-ാം അധ്യായത്തെ തുടർന്ന് 2-3 അധ്യായങ്ങൾ നാം കാണുമ്പോൾ അതിൽ 7 പ്രാദേശിക സഭകൾക്കുള്ള ദൂതാണ് നാം കാണുന്നത്. ഈ 7 പ്രാദേശിക സഭകൾ എന്നതിലുപരി പ്രായോഗിക സഭാജീവൻ നയിക്കുവാനുള്ളൊരു മാർഗദർശനം നമുക്ക് ഈ 2-3 അധ്യായത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഇത് കേവലം ഡോക്ടറിനെ സംബന്ധിച്ചൊരു കാര്യമല്ല, സഭാജീവൻ നയിക്കുവാനുള്ള, പ്രായോഗിക സഭാജീവൻ നയിക്കുവാനുള്ള ഉത്തമ ഉദാഹരണമാണ് 2-3 അധ്യായം നമുക്ക് കാട്ടിത്തരുന്നത്. ഇത് നാം പരിഗണിക്കുകയാണെങ്കിൽ എന്താണ് പ്രാദേശിക സഭ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് എഴുതുന്ന കാലയളവിൽ സഭകളിൽ നിലനിന്നിരുന്ന യഥാർത്ഥ സ്ഥിതിവിശേഷങ്ങളെ രേഖപ്പെടുത്തുന്നു. എന്നിരുന്നാലും ഇതൊരു പ്രവചന സ്വഭാവമുള്ള അടയാളങ്ങളുടെ പുസ്തകമായതിനാൽ 7 സഭകളെക്കുറിച്ചുള്ള അവയുടെ അവസ്ഥകളെ ഇവിടെ പ്രവചനാത്മകമായി 7 ഘട്ടങ്ങളിലൂടെ പുരോഗമിക്കുന്നതായിട്ട് കാണാം. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് നൽകപ്പെട്ട എഫെസോസ് എന്ന സഭയ്ക്കുള്ള ഈ ആദ്യത്തെ ലേഖനം സഭയുടെ ആദ്യ ഘട്ടത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് നൽകി തരുന്നുണ്ട്. നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 7 വരെയുള്ള വാക്യങ്ങളാണ് എഫെസോസ് സഭയെക്കുറിച്ച് കാണുന്നത്. നമുക്ക് എഫെസോസ് സഭയിലേക്ക് കടന്നു ചെല്ലാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. എഫെസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിസയറബിൾ, ആഗ്രഹിക്കത്തക്കത്, അഭികാമ്യമായത് എന്നൊക്കെയാണ്. ആദിമസഭ ദൈവത്തിന് ഏറ്റവും പ്രിയമായിരുന്നു, അഭികാമ്യമായിരുന്നു. അവൻ്റെ വളരെ ഡിസയറബിൾ ആയിരുന്നു. എന്നാൽ ഒരു സഭ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏവം വിധമാണ് എന്ന് നാം പഠിക്കുമ്പോൾ യഥാർത്ഥമായി നമുക്ക് ക്രിസ്തുവിനുള്ള സ്നേഹം അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് എഫെസോസ് എന്ന സഭയ്ക്കുള്ള ലേഖനം നാം പഠിക്കുമ്പോൾ അതിൻ്റെ നിർണായകമായ 3 വാക്കുകളാണ് സ്നേഹം, ജീവൻ, വെളിച്ചം. ലവ്, ലൈഫ് ആൻഡ് ലൈറ്റ്. സ്നേഹത്തിലാണ് സഭ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായതാണ് സഭ എന്ന് ഈ ആദിമ സഭ നമുക്ക് കാട്ടിത്തരുന്നു. എഫെസോസ് സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ സഭ നിലനിന്നിരുന്നത് എഫെസോസ് എന്ന പട്ടണത്തിലാണ്. ഈ പട്ടണം ഏഷ്യ മൈനറിലെ ഒരു പട്ടണമാണ്. അവിടെ 7 സഭകളെക്കുറിച്ച് പറയുമ്പോൾ 7 പട്ടണങ്ങളെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 പട്ടണങ്ങളുടെ പേരാണ്. ആ പട്ടണങ്ങളിലാണ് ഓരോ സഭയും നിലനിന്നിരുന്നത്. അതുകൊണ്ട് അത് പ്രാദേശിക സഭയായിട്ട് അറിയപ്പെടുന്നു. ഇവിടെ നാം കാണുന്നത് എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൂതൻ
എന്ന് പറയുമ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, മനുഷ്യനെ ദൂതനെന്ന് വിളിക്കുന്നു. ദൂതുവാഹിയെയാണ്, അല്ലെ മെസ്സഞ്ചറിനെയാണ് ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ആത്മീയരായ വ്യക്തികളെയാണ്, ജനത്തെയാണ് ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ എപ്പോഴും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരാണ്, സഭയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരങ്ങളാണ്, റെസ്പോൺസിബിൾ ഒന്നാണ്, സ്പിരിച്വൽ ഒന്നാണ്. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ ഈ എഫെസോസ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തുള്ള സഭയ്ക്ക് മാത്രമല്ല, എല്ലാ സഭകൾക്കും അത് ബാധകമാണ്. നാം ഓരോ സഭകളെ കുറിച്ചുള്ള ദൂത് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു സഭയ്ക്കുള്ള ദൂതായിട്ടല്ല, അത് സർവ്വലോകത്തുമുള്ള എല്ലാ സഭകൾക്കും അത് അവകാശപ്പെട്ടതാണ്, ആ സഭകൾക്കുള്ള ദൂതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ സഭകളോട് സംസാരിക്കുന്നവൻ്റെ യോഗ്യത അല്ലെങ്കിൽ സംസാരിക്കുന്നവൻ ആരാണ് എന്നോട് വെളിപ്പെടുത്തുന്നുണ്ട്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനാണ് അരുളി ചെയ്യുന്നത്. 7 നക്ഷത്രങ്ങൾ, അതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൂതുവാഹികളെയാണ്, മെസ്സഞ്ചേഴ്സിനെയാണ്. 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ മർമ്മം കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. സഭകളിലെ ദൂതുവാഹികളെയാണ് അത് വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, അവരെ കർത്താവ് തൻ്റെ വലങ്കയിൽ പിടിച്ചിരിക്കുകയാണ്. വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നു. 7 പൊൻനിലവിളക്കുകൾ സൂചിപ്പിക്കുന്നത് 7 സഭകളെയാണ്. പൊന്ന് ദിവ്യ സ്വഭാവത്തെ കാണിക്കുന്നു. സഭ എപ്പോഴും ദിവ്യ സ്വഭാവമുള്ളതായിരിക്കണം, ദിവ്യമാണ് എന്നത് കാണിക്കുന്നു. അതിൽ വിളക്ക് എന്ന് പറയുമ്പോൾ അത് ശോഭിക്കുന്നു, നക്ഷത്രം എന്ന് പറയുമ്പോൾ അതും ശോഭിക്കുന്നു, പ്രകാശിക്കുന്നു. അത് ഇരുളിൽ വെളിച്ചം കൊടുക്കുന്നതാണ്. ഈ ഇരുളടഞ്ഞ അന്ധകാര ലോകത്തിൽ പ്രകാശം കൊടുക്കുവാനാണ് ദൈവം സഭയെ വെച്ചിരിക്കുന്നത്. കർത്താവ് അങ്ങനെയുള്ള സഭകളുടെ നടുവിൽ നടകൊള്ളുന്നു എന്ന് നാം കാണുന്നു. 2-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. നോക്കുക, ഇവിടെ 2-ാം വാക്യത്തിൽ ചില ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ്. എഫെസോസ് സഭയിലെ വിശ്വാസികൾക്ക് ചില ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർ ധാരാളം പ്രവൃത്തി ചെയ്തവരാണ്. കർത്താവിൻ്റെ വേല ശുഷ്കാന്തിയോടുകൂടി ചെയ്തു എന്ന് നാം കാണുന്നു. ധാരാളം പ്രവൃത്തികൾ മാത്രമല്ല, പ്രയത്നവും അധ്വാനവും ഒക്കെ എഫെസോസ് സഭയ്ക്ക് ഉണ്ടായിരുന്നു, മുതൽക്കൂട്ടായിരുന്നു. പ്രവൃത്തിയേക്കാൾ ഉപരി പ്രയത്നം എന്നത് കുറച്ചുകൂടെ ആധികാരികമായതാണ്. വർക്ക് എന്ന് പറയുന്നത്, വർക്ക് ഈസ് ഓർഡിനറി, ലേബർ ഈസ് സ്പെഷ്യൽ. അവർ വേല ചെയ്തു, അവർ അധ്വാനിച്ചു, സഭ ഉളവായി. കർത്താവിനോട് ചേർന്ന് അവർ പ്രയത്നിച്ചതുകൊണ്ട് എഫെസോസിൽ ഒരു സഭ ഉണ്ടായി എന്ന് നാം കാണുന്നു. മാത്രമല്ല,
അവിടെ അവരുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സഹിഷ്ണുത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നാം പഠിക്കുമ്പോൾ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്, കൊള്ളരുതാത്തവർ അന്നും ഇന്നുമുണ്ട്. കൊള്ളരുതാത്തവരെന്ന് പറയുമ്പോൾ ഈവിൾ മെൻ, അവർ മാത്രമല്ല ഈവിൾ മേറ്റേഴ്സുമുണ്ട്. കൊള്ളരുതാത്ത കാര്യങ്ങളും കൊള്ളരുതാത്ത ദുഷ്ടമനുഷ്യരും അവരെ ടോളറേറ്റ് ചെയ്തില്ല. അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കൊള്ളരുതാത്തവരുണ്ടെങ്കിലും അവരെ ഉൾക്കൊള്ളാത്ത ഒരു കൂട്ടം വിശ്വാസികൾ എഫെസോസ് സഭയിലുണ്ടായിരുന്നു എന്ന്. ഇന്ന് എല്ലാവിധം ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവമാണ് അനേക വിശ്വാസികൾക്കുമുള്ളത്. എന്നാൽ എഫെസോസ് സഭയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് കൊള്ളരുതാത്തവരെ അവർക്ക് സഹിച്ചുകൂടാ എന്നുള്ളതാണ്. മറ്റൊന്ന്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടത്. ഇന്ന് നാം അത് പറയുകയാണെങ്കിൽ അത് ദൈവദോഷം പറയുന്നുവെന്ന് ഒരുപക്ഷെ പലരും പറയും. എന്നാൽ ഇവിടെ കർത്താവ് ഒരു ഗുണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കള്ള അപ്പോസ്തലന്മാർ, വ്യാജ അപ്പോസ്തലന്മാർ അന്നും ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. പക്ഷെ ഇവിടെ അവരെ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടു. ഒരു ഡിസൈനിങ് സ്പിരിറ്റ് അവർക്കുണ്ടായിരുന്നു. വിവേചനത്തിൻ്റെ ആത്മാവ്, വിവേചിച്ചറിയുക. ഏതൊരു ആത്മീയനെയും ഏതൊരു ശുശ്രൂഷകനെയും ഏതൊരു അപ്പോസ്തലനെയും വിവേചിക്കുവാനുള്ള ആ വരം അവർക്കുണ്ടായിരുന്നു. വിവേചിച്ചു, പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ 18-ാം അധ്യായത്തിന് 24-ാം വാക്യം 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ എന്ന വേജേന് കൊരിന്തിൽ നിന്ന് ഒരു പ്രാസംഗികൻ വന്നിട്ട് എഫെസോസ് സഭയിലുള്ള പലയിടങ്ങളിലും പ്രസംഗിച്ചതായിട്ട് കാണുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അപ്പൊലോസ് എന്നാണ്. എന്നാൽ എഫെസോസിലെ സഭയിലെ ഒരു കുടുംബം, അക്വിലാസും പ്രിസ്കില്ലയും, അവർ ഈ അപ്പൊലോസിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള ചില അറിവുകൾ അവൻ പങ്കുവച്ചു എന്നുള്ളതല്ലാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ യാഥാർത്ഥ്യം വെളിപ്പെട്ട് കണ്ടില്ല. ഈ അക്വിലാസും പ്രിസ്കില്ലയും പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് ആത്മീയമായ വളർച്ച പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രാസംഗികനെ അവർ സ്നേഹത്തോടെ കൈക്കൊള്ളുകയും തിരുവെഴുത്തുകളെ ആധാരമാക്കി ഈ അപ്പൊലോസിനെ അവർ കറക്റ്റ് ചെയ്യുകയും ചെയ്തു. കേവലം 2 വിശ്വാസികളാണ്, ഒരു കുടുംബമാണ്. ഈ വലിയ പ്രാസംഗികനെ കറക്റ്റ് ചെയ്യുകയാണ്. കറക്റ്റ് ചെയ്യുക മാത്രമല്ല, ഒടുവിൽ അദ്ദേഹം സത്യം ഗ്രഹിക്കുകയും ഈ യേശു തന്നെ ക്രിസ്തു എന്ന് ധൈര്യത്തോടെ മറ്റിടങ്ങളിലേക്ക് പിന്നീട് കടന്നുപോയി പ്രസംഗിക്കുന്നത് കാണാൻ കഴിയും. ഇത് നാം മാതൃകയാക്കേണ്ടതാണ്. ദൈവവചനം നാം യഥാർത്ഥമായി പ്രസംഗിക്കണമെങ്കിൽ യഥാർത്ഥമായി നാം സത്യമായി തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നാം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽക്കുവാനായിട്ട് സാധിക്കും. ഏത് സ്ഥലത്തും യഥാർത്ഥ അപ്പോസ്തലന്റെ വേഷം ധരിച്ച് ചെല്ലുന്ന വ്യക്തികൾ അന്നും ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ 13-ാം വാക്യം വായിക്കുമ്പോൾ
അവിടെ കള്ള അപ്പോസ്തലന്മാരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ലീഡ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് പവർ ദൈവത്തിൽ നിന്നല്ല, അത് ദുരാത്മാവിൽ നിന്നാണെന്ന് നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അവരെ മിസ്ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്നവരെ പിന്നാലെ പോകുവാൻ വലിയൊരു കൂട്ടം ജനം ഇന്നും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന് നാം ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ 27 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഇവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒത്തിരി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവ് അവരുടെ രാജ്യത്തിലേക്ക് പ്രവേശനം കൊടുക്കുവാൻ അനേകരെ ക്ഷണിക്കുമ്പോൾ, അനേകരെ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് കുറച്ചുപേരെ മാറ്റി നിർത്തും. ആ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ഒടുവിൽ അവർ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു. കർത്താവ് അവരെ ഗവനിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചില്ല എന്നല്ല കർത്താവ് ചോദിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ വേല ചെയ്തില്ല എന്നല്ല ചോദിച്ചത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. ലോലെസ്നെസ്, അധർമ്മം. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. കർത്താവ് അവരുടെ പ്രവൃത്തികളെ അപ്രൂവ് ചെയ്തില്ല. അവർ അനേക കാര്യങ്ങൾ ചെയ്തു, പക്ഷേ കർത്താവ് അതൊന്നും അപ്രൂവ് ചെയ്തില്ലെന്ന അതിൻ്റെ അർത്ഥം. അവിടെ താഴോട്ട് നാം വായിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെയും ദൈവത്തിൻ്റെ വചനപ്രകാരമായിരിക്കണം എന്ന് നാം അവിടെ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വചനപ്രകാരം. അവിടെ കർത്താവ് ചില ഉപമ ദൃഷ്ടാന്തം അവിടെ പറയുകയാണ്. വീട് പണിയുന്നവൻ അവൻ വീട് പണിതു, അത് പാറമേലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പാറമേൽ വീട് പണിത ബുദ്ധിമാൻ. പാറമേൽ വീട് പണിത ബുദ്ധിമാന് തുല്യമാണ് ദൈവവചനം അനുസരിക്കുന്നവൻ എന്നതിൻ്റെ അർത്ഥം. നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണമായിരിക്കണം. ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിരിക്കണം നാം ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നാം ബുദ്ധിമാനായ വീട് പണിക്കാരനായിരിക്കും. ആ വീടിൻ്റെ മേൽ ചില പരീക്ഷണങ്ങൾ നമുക്ക് താട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആ പരീക്ഷണങ്ങൾ ഇതൊക്കെയാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അതിന്മേലടിച്ചു. ബുദ്ധിമാനായി പണിതാലും അതിന് പരീക്ഷയുണ്ട്, ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവവചനം അനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കുള്ളതായ ഫലം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ വചനം, വൈസ് വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വചനം അല്ലെങ്കിൽ പാറമേൽ അവൻ പണിതത് കൊണ്ട് ആ പ്രതികൂലത്തിൽ തകർന്നു പോയില്ല എന്ന് നാം കാണുന്നു. എന്തൊക്കെയാണ് ആ പരീക്ഷ എന്ന് പറയുന്നത്? അവിടെ കാണുന്നത് വൻമഴ ചൊരിഞ്ഞു. മഴ ഉയരത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള പരീക്ഷ ഉണ്ടാകും. ഉയരത്തിൽ നിന്ന് നദികൾ പൊങ്ങി, ഭൂമിയിൽ നിന്നുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നുള്ള പരീക്ഷ ഉണ്ടാകും.
കാറ്റ് അതിന്മേലടിച്ച്, കാറ്റ് വായുവിൽ നിന്നാണ് വരുന്നത്, അത് സാത്താൻ എന്നുള്ളതായ പരീക്ഷയാണ്. ഈ 3 ടെസ്റ്റ് വന്നപ്പോഴും ദൈവത്തിന് വചനപ്രകാരം പണിതുകൊണ്ട് അവൻ നിലനിന്നു. ദൈവത്തിന് വചനപ്രകാരം പ്രസംഗിച്ചതുകൊണ്ട്, ദൈവത്തിന് വചനപ്രകാരം ശുശ്രൂഷിച്ചതുകൊണ്ട്, ദൈവത്തിന് വചനപ്രകാരം പണിതതുകൊണ്ട് അവൻ്റെ പണി ഉറപ്പുള്ളതായിരുന്നു. എന്നാൽ ബുദ്ധിയില്ലാത്തവൻ മണലിൽ മേൽ വീട് പണിതു എന്ന് നാം കാണുന്നു. മണൽ സൂചിപ്പിക്കുന്നത് മാനുഷിക ചിന്താഗതിയാണ്, ഹ്യൂമൻ കൺസെപ്റ്റ്. പല പണികളും മാനുഷിക ചിന്താഗതി പ്രകാരമാണ് നാം ചെയ്യുന്നത്, ഹ്യൂമൻ കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ചെയ്താൽ കൊള്ളാം. ദൈവം തൻ്റെ വ്യവസ്ഥയാണ് നോക്കുന്നത്. മനുഷ്യൻ ചില സാഹചര്യങ്ങളെയും ആ സാഹചര്യങ്ങളിലൂടെ ഉടലെടുക്കുന്ന ചില കൺസെപ്റ്റുകളിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതാണ് മണൽ സൂചിപ്പിക്കുന്നത്. മണൽ, ആ മണലിന്മേൽ വീട് പണിതവനും ടെസ്റ്റ് ഒന്ന് തന്നെയാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അതിന്മേലടിച്ചു. ദൈവത്തിൽ നിന്നുള്ള പരീക്ഷയുണ്ടായി, മനുഷ്യരിൽ നിന്നുള്ള പരീക്ഷയുണ്ടായി, സാത്താൻ എന്നുള്ള പരീക്ഷയുണ്ടായി, ടെസ്റ്റ്. എന്നാൽ അതിന് തകർച്ച വലിയതായിരുന്നു. നാം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ അങ്ങനെ ആയിരിക്കണം. ഇവിടെ അപ്പോസ്തലൻ്റെ പ്രവൃത്തികളെയൊക്കെ പരീക്ഷിച്ചു. എന്നാൽ ചിലർ കള്ളന്മാരാണ് എന്ന് എഫെസോസിലെ സഭ കണ്ടുപിടിച്ചു. പിന്നെ നാം കാണുന്നത് നിനക്ക് സഹിഷ്ണുതയുള്ളതും, 3-ാം വാക്യമാണ്. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ മുന്നറിവ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് അറിവുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്കും ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്താ ആണ് എന്ന് നമുക്ക് അറിയുവാൻ, ദൈവഹിതം അറിയാനായിട്ട്. പലപ്പോഴും നമ്മളതിനു വേണ്ടി ഉപവസിക്കാറുണ്ട്, ദൂത് തേടിപ്പോകാറുണ്ട്. നമുക്ക് ആലോചന കിട്ടാൻ ചില വ്യക്തികളെ സമീപിക്കാറുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലിരിക്കുകയില്ല, ആത്മാവുമായിട്ട് നമുക്ക് സംബന്ധമില്ല. നമുക്ക് ദൂത് അറിയണം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനായിട്ട് ഈ മാർഗമൊന്നും നാം സ്വീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ ഇഷ്ടം എന്താണ് അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ കഴിയും. യെശയ്യാ പ്രവചനം അതിൻ്റെ 55-ാം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിന്റെ ചിന്തയല്ല എൻ്റെ ചിന്തകൾ. അപ്പോൾ നമ്മുടെ വഴി എന്താണ് എന്ന് നാം കണ്ടാൽ ദൈവത്തിൻ്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് മനുഷ്യമായി നമുക്കൊരു വഴിയുണ്ട്, ആ വഴിയല്ല ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴിക്ക് നേരെ ഓപ്പോസിറ്റാണ് ദൈവത്തിൻ്റെ വഴി എന്ന് എൻ്റെ അർത്ഥം. ദൈവികമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ആ വഴിയിൽ അല്ലെങ്കിൽ ആ ചിന്തയിൽ ദൈവിക സ്വഭാവം ഉണ്ടായിരിക്കും, ദൈവിക ഇഷ്ടം ഉണ്ടായിരിക്കും. പലപ്പോഴും നാം അതിനതീതമായിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയാതെ മറ്റിടങ്ങളിൽ നിന്ന് നമുക്ക് ആലോചന ഉണ്ടാകുവാൻ നാം മാധ്യമങ്ങളെ, മറ്റു വ്യക്തികളെ നാം സമീപിച്ചാൽ ആ വഴികൾ ഒരുപക്ഷെ ദൈവിക വഴികളായിരിക്കുകയില്ല. ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു, നമ്മുടെ ചിന്ത അറിയുന്നു, നമ്മുടെ സംസാരം അറിയുന്നു, നമ്മുടെ ഇരിപ്പ് അറിയുന്നു, നമ്മുടെ നടപ്പ് അറിയുന്നു, സകലതും ദൈവം അറിയുന്നു. കർത്താവ് പറയുന്നു, ഞാൻ സകലതും അറിയുന്നു എന്ന്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എഫെസോസ് സഭയുടെ ചില ഗുണങ്ങളെ പറഞ്ഞ ശേഷം അവിടെ ചില കുറവുകൾ വെളിപ്പെടുത്തുകയാണ്. എന്ന്
മനുഷ്യർ നമ്മെ പുകഴ്ത്തുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഏതെങ്കിലും കുറവ് സൂചിപ്പിക്കുകയാണെങ്കിൽ, ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, കുറ്റം എടുത്തു പറയുകയാണെങ്കിൽ അത് സഹിക്കുവാനായിട്ട് കഴിയുകയില്ല. കർത്താവ് വളരെ വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തുന്ന കാര്യം, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഈ ആദിമസഭ സ്നേഹത്തിൽ അധിഷ്ഠിതമായതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് എഫെസ്യ ലേഖനം പഠിക്കുമ്പോൾ ലേഖനങ്ങളുടെ റാണി എന്നാണ് ആ ലേഖനം അറിയപ്പെടുന്നത്. ആ ലേഖനത്തിൽ സഭയെക്കുറിച്ചുള്ള നല്ലൊരു വെളിപ്പാട് പൗലോസിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് നാം കാണുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അത് ജീവന്റെ ഒരു കാര്യമാണ്. പിന്നെ നാം കാണുന്നത് 2-ന്റെ-15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ സഭ ഒരു പുതുമനുഷ്യനാണെന്ന് കാണുന്നു. അത് ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ നാം പഠിക്കുമ്പോൾ സഭ മണവാട്ടിയാണ് എന്ന് 5-ന്റെ-31-ാം വാക്യം വായിക്കുമ്പോൾ, എഫെസ്യർ 5-ന്റെ-25-ാം വാക്യം വായിക്കുമ്പോഴും ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ്, മണവാളൻ മണവാട്ടി ബന്ധത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ 3-ന്റെ-29-ാം വാക്യത്തിൽ വായിക്കുന്നത് മണവാട്ടിയുള്ളവൻ മണവാളൻ. അപ്പൊ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ, അല്ലെങ്കിൽ അവൻ്റെ കാന്തയാണ്. ഇവിടെ ഭാര്യ ഭർത്തൃബന്ധത്തിലാണ് പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് എത്രയേ പറഞ്ഞിരിക്കുന്നത്. ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയെക്കുറിച്ച് എത്രയേ പറയുന്നത്. അവിടെ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാര്യമാണ്, സ്നേഹമാണ്. അപ്പോൾ ആദിമസഭ അതിൻ്റെ നിലനിൽപ്പ്, അത് അതിൻ്റെ ബേസ് എന്നത് അത് അധിഷ്ഠിതമായിരുന്നത് സ്നേഹത്തിലായിരുന്നു. എന്നാൽ ഇവിടെ കർത്താവ് അവരെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് ലോ, ഏറ്റവും മുന്തിയ, ദ ബെസ്റ്റ് ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഈസ് ദ ബെസ്റ്റ് ലോ. ആദ്യ സ്നേഹം എന്നാൽ ഏറ്റവും നല്ല സ്നേഹം, ഏറ്റവും മുന്തിയ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ബെസ്റ്റ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹം, ആദ്യ സ്നേഹം. രണ്ടർത്ഥത്തിലെടുക്കാം. ഇവിടെ ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത്, ഏറ്റവും അധികം കൊടുക്കേണ്ടത്, സ്നേഹം കൊടുക്കേണ്ടത് ക്രിസ്തുവിനാണ് എല്ലാറ്റിലുപരിയായിട്ട്. ഉദാഹരണം, നമുക്ക് അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അബ്രഹാം ദൈവത്തെ എല്ലാറ്റിലും വരിയായി സ്നേഹിച്ചു. തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച ഒരു മകനാണ് ഇസഹാക്ക്. ഒരു പ്രതീക്ഷയുമില്ലായിരുന്ന സ്ഥാനത്ത് തനിക്ക് ലഭിച്ചതാണ്. ഒരിക്കൽ ദൈവത്തോട് ഒരു പരാതി പോലെ പറഞ്ഞു, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല, എൻ്റെ അവകാശി, അല്ലെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ എല്ലാ അവകാശി ഈ എലേസർ ആയിരിക്കും എന്നൊരു കാര്യം കർത്താവിനോട് അവൻ ഓർപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് ദൈവം അവന് വാഗ്ദത്തം ചെയ്ത ഒരു മകനെയാണ് ദൈവം പറഞ്ഞ പ്രകാരം അവനെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തനിക്ക് ലോകത്തിൽ ഉള്ള എല്ലാ സ്വത്തുവകകളെക്കാളും ഏറ്റവും അധികം സ്നേഹമുണ്ടായിരുന്നത് തൻ്റെ ഇസ്ഹാക്കിനോടാണ്, തൻ്റെ മകനോടാണ്. ആ മകനെപ്പോലും ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അവൻ അനുസരിച്ചത് ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു, തികഞ്ഞ സ്നേഹമായിരുന്നു. അതാണ് ബെസ്റ്റ് ലവ്, ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ്, എല്ലാറ്റിനുപരിയുള്ള സ്നേഹം ദൈവത്തിന് കൊടുക്കുക. എന്നാൽ അതുകൊണ്ട് തന്നെ
അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നു. അവനെ വിശ്വാസ ദൈവം നീതിയായി കണക്കിട്ടു എന്നൊക്കെ നാം വായിക്കുന്നു. അതുപോലെ മറ്റൊരു പുരോഹിതൻ, ഏലി പുരോഹിതനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഏലി പുരോഹിതൻ തനിക്ക് 2 മക്കളുണ്ടായിരുന്നു, ഒഫ്നയും ഫിനഹാസും. അവർ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളായിരുന്നു ഇസ്രായേലിൽ ചെയ്തിരുന്നത്, സമാഗമന കൂടാരത്തിൽ ചെയ്തിരുന്നത്. എന്നാൽ അവർ യുദ്ധത്തിൽ പട്ടുപോയി എന്ന് നാം കാണുന്നു. കാരണം ഏലി ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ചത് തൻ്റെ മക്കളെയായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്തതായ തെറ്റുകളെയൊന്നും അവൻ ശാസിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അവർ പട്ടുപോയി. ദൈവത്തെ സ്നേഹിച്ചതായ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഏലിയുടെ തലമുറ നശിക്കുകയാണ് ചെയ്തത്. കാരണം ദൈവത്തെ സ്നേഹിച്ചില്ല, ദൈവത്തിന് ആദ്യ സ്നേഹം കൊടുത്തില്ല. അപ്പോൾ ആദ്യ സ്നേഹം നാം ദൈവത്തിന് കൊടുക്കണം. ഇവിടെ പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ആദ്യ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരണം. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇവിടെ സഭയുടെ ഡീഗ്രഡേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അധപ്പതനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വീഴ്ച, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ 7 സഭകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവരുടെ നല്ല വശങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, അവരുടെ വീഴ്ച, അവരുടെ അധപ്പതനത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ്. വീഴ്ചയെക്കുറിച്ച്, ഡീഗ്രഡേഷനെ കുറിച്ച് പറയുകയാണ്, അതിനെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക, എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ സ്നേഹം തണുത്തു, ആദ്യത്തെ പ്രവൃത്തിയെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് അവരെ ഒന്നുകൂടെ ഉണർത്തിക്കുകയാണ്. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്യും. നിലവിളക്ക് എന്താണ്? സഭയാണ്. എഫേസോസ് സഭ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുമെന്ന കർത്താവ് മുന്നറിയിപ്പ് നൽകിയത്. എന്ത് ചെയ്തില്ല എങ്കിൽ, നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ, ആദ്യത്തെ പ്രവൃത്തി നീ പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ, പിന്നെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ അവിടെ ഇനി ഒരു സഭ ഉണ്ടാകുകയില്ല എന്ന്. എന്നാൽ അവർ മാനസാന്തരപ്പെട്ടില്ല, കുറ്റമേറ്റ് പറഞ്ഞില്ല, ദൈവപ്രവൃത്തിയിലേക്ക് മടങ്ങി വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് തുർക്കി എന്ന് അറിയപ്പെടുന്നത്, അവിടെ ഇന്ന് കർത്താവിന് ഒരു നിലവിളക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കർത്താവിൻ്റെ ഈ സംസാരം ഒരു പ്രവചനം പോലെ അവിടെ നിറവേറുവാനിടയായി തീർന്നു. ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ നാം മടങ്ങി വന്നില്ല എങ്കിൽ, നാം അത് തിരസ്കരിക്കുന്നുവെങ്കിൽ, നാം മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ആ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് നീക്കളയും. നിലവിളക്ക് കർത്താവിൻ്റെ സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിന്, ആ കർത്താവിനുള്ള സ്നേഹം നമുക്ക് കുറഞ്ഞു പോയാൽ ആ സാക്ഷ്യത്തിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ സാക്ഷ്യം നിലനിർത്തുന്നവരാണ് ദൂതവാഹികൾ, ദൂതന്മാർ, സഭ. അവർ ഉൾപ്പെടുന്ന ഒരു കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയിൽ അവരെ സാക്ഷ്യത്തെ വഹിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കണം. അവരെ വഹിക്കുവാൻ കർത്താവിൻ കരങ്ങൾ ബലമുള്ളതാണ്. കർത്താവിന് വലം കൈ അവരെ വഹിക്കും. ഇവിടെ പറയുന്നത്, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്യും.
6-ാം വാക്യത്തിൽ വരുമ്പോൾ, എങ്കിലും നിക്കൊലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. കർത്താവ് വീണ്ടും ഓർപ്പിക്കുന്നത്, ഒരു നന്മ നിനക്കുണ്ട്. എന്താണ് ആ നന്മ? നിക്കൊലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നാണ്. അത് ഞാനും പകയ്ക്കുന്നു. അപ്പോൾ എഫെസോസിലെ സഭ നിക്കൊലാവരുടെ നടപ്പ് പകച്ചു, അല്ലെങ്കിൽ വെറുത്തു. ഐ ഹേറ്റ് എന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ വെറുക്കുന്നു. കർത്താവ് വെറുത്തതായ നിക്കൊലാവരുടെ നടപ്പിനെ എഫെസോസ് സഭയും വെറുത്തത് കൊണ്ട് കർത്താവ് പറയുന്ന നല്ലൊരു കാര്യമാണ്, അത് ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു, ഞാനും അതിനെ വെറുക്കുന്നു. കർത്താവ് വെറുക്കുന്നതിനെ നാമും വെറുക്കണം. കർത്താവ് എന്താ വെറുത്തത് ഇവിടെ? നിക്കൊലാവരുടെ നടപ്പ്. നിക്കൊലാവർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം. ആരാണ് നിക്കൊലാവർ? ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം നിക്കാവോ ആൻഡ് ലാവോസ് എന്ന 2 വാക്കാണ്. നിക്കാവോ എന്ന് പറഞ്ഞ വിക്ടറി, വിജയിച്ചവർ, വിജയം വരിച്ചവർ, മേൽക്കൈ എടുത്തവർ, മേൽക്കോയ്മ എടുത്തവർ എന്നൊക്കെയാണ്. ലാവോസ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനം, കോമൺ പീപ്പിൾ. സാധാരണ ജനത്തിന്മേൽ അധികാരികളായി തീർന്ന, വിജയികളായി തീർന്ന ഒരു കൂട്ടം ജനത്തെയാണ്, ഒരു ഗ്രൂപ്പിനെയാണ് നിക്കൊലാവർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഹൈറാർക്കി എന്ന് പറയും. ഉച്ചനീചത്വം, ഹൈറാർക്കി, അധികാര ശ്രേണി. ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഈ അധികാര ശ്രേണി ഇല്ലായിരുന്നു. നമുക്ക് അധികാര ശ്രേണി എന്ന് പറയുമ്പോൾ എന്താണ്? പോപ്പ്, കർദിനാൾ, ബിഷപ്പ്, ഇങ്ങനെ അച്ഛന്മാർ ഇങ്ങനെ താഴോട്ട് വരും. അതാണ് അധികാര ശ്രേണി. ഈ അധികാര ശ്രേണി അല്ലായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ പ്രാക്ടീസ് ചെയ്തിരുന്നത്. എഫെസ്യനാണ് നാം പഠിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നു. ഇവിടെ നാം പഠിക്കുമ്പോൾ യഥാർത്ഥ പൗരോഹിത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ആ പൗരോഹിത്യത്തെ നിക്കൊലാവർ വികലമാക്കി കളഞ്ഞു, ശിഥിലമാക്കി കളഞ്ഞു. എന്താണ് പൗരോഹിത്യം? ദൈവവചനം നാം പഠിക്കുമ്പോൾ എല്ലാവരും കർത്താവിനെ സെർവ് ചെയ്യണം. ഓൾ മസ്റ്റ് സെർവ് ഗോഡ്. എല്ലാവരും ദൈവത്തെ സേവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അത് നമുക്ക് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലിൽ കടത്തി കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ആ സന്തോഷം, ഹൃദയാഭിലാഷം അവരോട് അറിയിക്കുകയായിരുന്നു. അവിടെ പറയുന്നത്, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വം ആകും. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വമാകും. എല്ലാ ഇസ്രായേലിനെയും കുറിച്ച് ഗോത്രവ്യത്യാസമില്ലാതെ എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വമാകും. എന്നാൽ നമുക്ക് താഴോട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ 32-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ, 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സീനായുടെ അടിവാരത്തിൽ വരുന്ന ജനം അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. ആ സമയം മുതൽ നമുക്കറിയാം, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയും അതിന് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്തു. ഒടുവിൽ മോശ ആഹ്വാനം ചെയ്തു, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കാൻ പറഞ്ഞു. ആ സമയത്ത് ലേവ്യ ഗോത്രം വോളണ്ടറിലി മുമ്പോട്ട് മാറി നിന്നു. ഈ സംഭവത്തിന് ശേഷം ഒരു വ്യക്തിക്ക്, ഒരു ഇസ്രായേലിന്
യഹോവയുടെ അടുക്കൽ പോകണമെങ്കിൽ ആദ്യം ലേവ്യന്റെ അടുക്കലേക്ക് പോകണമെന്നുള്ള വ്യവസ്ഥ വന്നു. അങ്ങനെ അഹരോന്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്, ലേവ്യയുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതിനുമ്പ് ദൈവം പറഞ്ഞത്, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വമാകും, എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷമാണ് ദൈവം ഒരു താൽക്കാലികമായ ക്രമീകരണം ചെയ്തത്. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം പിന്നെ നാം പഠിക്കുമ്പോൾ യെശയ്യാപ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 61-6 വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വമാകും എന്ന് വീണ്ടും ദൈവം അവരെ കുറിച്ച് പ്രത്യാശിക്കുകയാണ്. എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ ജനവുമാകുന്നു. അവിടെ പറയുന്നത് രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും. നിങ്ങളോ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രത്യേക കൂട്ടത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോ എന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരെയും കുറിച്ചാണ്. വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അവർ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്യമുണ്ടല്ലോ, എഫെസ്യർ 4-ാം അധ്യായം പറഞ്ഞ വാക്യത്തിൽ അവിടെ ഒരു 5-fold മിനിസ്ട്രിയെ കുറിച്ച് കാണുന്നുണ്ട്. എല്ലാവരും രാജ്യപുരോഹിത വർഗമാകുന്നതിന്റെ ഒരു പ്രായോഗിക വശമാണ് നാം കാണുന്നത്. അവിടെ കാണുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആൻഡ് ഹി ഗേവ് ദം ടു ദ ചർച്ച്. അവൻ സഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. സഭയ്ക്ക് നൽകപ്പെട്ട വരപ്രാപ്തരാണവർ. ഒരു സഭയിൽ ഈ 5 വിധമായ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കണം. എത്ര ജനമുണ്ടായിരുന്നാലും ആ ജനത്തിൽ ഈ 5 വിധമായ ശുശ്രൂഷ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ ഉദാഹരണത്തിന് 50 പേരാണ് സഭയിലുണ്ടെങ്കിൽ ആ സഭയിൽ 10 പേർ അപ്പോസ്തലന്മാരായിരിക്കും, 10 പേർ സുവിശേഷന്മാരായിരിക്കും, 10 പേർ പ്രവാചകന്മാരായിരിക്കും, 10 പേർ ഇടയന്മാരായിരിക്കും, 10 പേർ ഉപദേഷ്ടാക്കന്മാരായിരിക്കും. 10 എന്നുള്ളത് ഒരു ഫിക്സഡ് കണക്കല്ല. ചിലപ്പോൾ 8 ആയിരിക്കും, ചിലപ്പോൾ 12 ആയിരിക്കും. ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുന്നവർ, ഇതൊരു ഡെസിഗ്നേഷൻ അല്ല. ദേ ആർ ദ ഫങ്ഷൻ മെമ്പേഴ്സ് ഇൻ ദ ചർച്ച് എന്ന് പറഞ്ഞാൽ ഈ 5 വിധമായ ശുശ്രൂഷ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 500 പേരുണ്ടെങ്കിൽ, 5000 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10,000 പേരുണ്ടെങ്കിൽ ഈ 5 ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് എല്ലാവരിലും ഈ ശുശ്രൂഷ വ്യാപരിക്കപ്പെടും. ഇത് ഡെസിഗ്നേഷൻ അല്ല. ഇത് എന്തിനു വേണ്ടിയാണെന്ന് താഴോട്ട് 12-13 വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധന്മാരെ തികഞ്ഞവരാക്കുക എന്നുള്ളതാണ്. എല്ലാവരും വിശുദ്ധന്മാരാണ്. യേശുവിന്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച, വീണ്ടും ജനം പ്രാപിച്ച എല്ലാവരും വിശുദ്ധന്മാരാണ്. അപ്പോൾ വിശുദ്ധന്മാരെ തികഞ്ഞവരാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. തമ്മിൽ തികഞ്ഞവരായി തീരുക. അതിന് പിന്നെ മറ്റു ഭാഗങ്ങളുണ്ട്. തമ്മിൽ സംസാരിക്കുക, തമ്മിൽ പ്രബോധിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് പിന്നെ വരാം. അപ്പം ഇവിടെ എല്ലാവരും തമ്മിൽ ഉള്ള ശുശ്രൂഷയിലൂടെയാണ് നാം തികഞ്ഞവരായി തീരുന്നത്. അവിടെ ബിൽഡിംഗ് അപ്പ് നടക്കുന്നത്, കെട്ടുപണി നടക്കുന്നത്. കാരണം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് പ്രധാനമായിട്ടും, ഒന്ന് പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരെ തികഞ്ഞവരാക്കുക. 2 വർക്ക് ഓഫ് ദ മിനിസ്ട്രി, ശുശ്രൂഷയുടെ വേലയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുക. ശുശ്രൂഷയുടെ വേല,
ശിശുവിന്റെ വേലയ്ക്ക് വേണ്ടി തമ്മിൽ പ്രാപ്തരാകുക, ഒരുക്കുക, അത് ഈ 5-fold മിനിസ്ട്രിയിലൂടെ നമുക്ക് മ്യൂച്വലായിട്ടുള്ള ശിശുവിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ആദിമ നൂറ്റാണ്ടിലെ സഭ അങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. മൂന്നാമത് കാണുന്നത് ഫോർ ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ കെട്ടുപണി ചെയ്യുക, അല്ലെങ്കിൽ ആത്മീയ വർധന പ്രാപിക്കുക. അപ്പോൾ സഭയുടെ കെട്ടുപണിയാണ്, ബിൽഡിംഗ് അപ്പ് ആണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഈ 5 വിധമായ ശിശുവിനെ നൽകിയിരിക്കുന്നത്. ഇത് എങ്ങനെ ഡെസിഗ്നേഷൻ പറഞ്ഞുകൊണ്ട് ആളുകളിക്കുവാനോ നേതൃസ്ഥാനത്ത് വരുവാനുള്ള കാര്യമല്ല. എന്നാൽ ഇവിടെ നമുക്ക് തമ്മിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നാം ആത്മീയ വർധന പ്രാപിക്കുന്നവരായി തീരണം. അതാണ് കെട്ടുപണി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ 5 വിധമായ ശിശുവിനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭ അങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് എല്ലാവരും രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നത്, എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണെന്നുള്ള കാര്യം നമുക്ക് പിന്നെയും വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. വെളിപ്പാട് ദിവസം 1-ാം തീയതി 6-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട് അവിടെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു എന്ന്. 5-ാം അധ്യായത്തിലെ 10-ാം വാക്യം അവിടെ നാം കാണുന്നു രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിലാണ്, അവിടെയും കാണുന്നത് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു എന്നാണ്. എല്ലാവരെയും. ഇനി ഉൽപ്പത്തിയിലും അതുണ്ട്. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ 1-ാം തീയതി 26-ാം വാക്യം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നതാണ്, നാം നമ്മുടെ സാദൃശ്യത്തിന് സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കുക. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് പോലും രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. സാദൃശ്യത്തിന് സ്വരൂപത്തിന്, സാദൃശ്യം എന്ന് പറയുന്നത് ലൈക്ക്നെസ് എന്നത് കിങ്ഷിപ്പിനെ കാണിക്കുന്നു, രാജ്യത്വത്തെ അല്ലെങ്കിൽ രാജകീയ അവസ്ഥയെ കാണിക്കുന്നു, റോയൽ പ്രീസ്റ്റ്ഹുഡിന് റോയാലിറ്റി കാണിക്കുന്നു. എന്നാൽ ഇമേജ് എന്നത് പ്രീസ്റ്റ്ഹുഡിനെ കാണിക്കുന്നത്, പൗരോഹിത്യത്തെ കാണിക്കുന്നു. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കിയത്, മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലും അവസാനിക്കുന്നത് അത് തന്നെയാണ്. ഇതൊരു മാർമീയമായ സത്യമാണ് എന്ന് പലർക്കും അത് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം നിക്കലീവർ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ആ ഉന്നത ശ്രേണിയിൽ കയറിപ്പറ്റി അതിൻ്റെ സന്തോഷം, അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ച് ഒരു പ്രസ്ഥാനം പടുത്തുയർത്തി അതിൻ്റെ തലപ്പത്ത് വരിക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയുള്ളവരാണ്, അല്ലെങ്കിൽ അധികാര ശ്രേണി സഭയിൽ കൊണ്ടുവന്ന ആ കൂട്ടത്തെയാണ് ഇവിടെ നിക്കലീവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അങ്ങനെയുള്ളവർ വെറുക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സഭകളൊന്നും ഇത് പഠിപ്പിക്കത്തില്ല. കർത്താവ് വെറുക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു പ്രസംഗത്തിലോ ഏതെങ്കിലും ഒരു ശുശ്രൂഷനെ എടുത്ത് പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ വായിക്കുന്നതോ ആരുടെയും ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുക. കാരണം കർത്താവ് വെറുക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം, ഐ ഹേറ്റ് ഇറ്റ്. നിക്കലിയുടെ നടപ്പ്, അവിടെ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ നടപ്പ് എന്ന് കാണുന്നു. നമുക്ക് ഗലാത്യ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ അവിടെ പൗലോസിന്റെ ശിശുയുടെ കാലത്ത് പോലും ചില യഹൂദ പ്രമാണിമാർ നുഴഞ്ഞു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നുഴഞ്ഞു വന്നത് ശരിക്കുള്ള വഴിയിലൂടെ അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തെറ്റായ മാർഗത്തിലൂടെ എന്നാ അവിടെ വായിക്കുന്നത്. 4-ാം അധ്യായം പഠിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഗലാത്യ 4-ാം അധ്യായത്തിലുണ്ട്, അവിടെ പറയുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ഒറ്റുനോക്കേണ്ടതിന് വേണ്ടി നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ എന്നാ, നുഴഞ്ഞു വന്ന പ്രമാണിമാർ അവരാണ് ഈ ഉച്ചനീചത്വം സഭയിൽ കൊണ്ടുവന്നത്. എന്ന് പറയണമെങ്കിൽ അഹരോന്യ പാരമ്പര്യപ്രകാരം, അഹരോന്യ
പാരമ്പര്യപ്രകാരമുള്ള ശുശ്രൂഷയെ യഹൂദമതം എടുക്കുകയും അതിനെ റോമൻ സഭ അതിനെ ദത്തെടുക്കുകയും പ്രൊട്ടന്റ് സഭകൾ അതിനെ നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയുള്ള പൗരോഹിത്യത്തെയാണ്, അല്ലെങ്കിൽ ഹൈറാർക്കിയെയാണ്, ഉച്ചനീചത്വത്തെയാണ് ഇവിടെ നിക്കുലിവർ പ്രദാനം ചെയ്യുന്നത്. ആ നിക്കുലിവരെയാണ് കർത്താവ് വെറുക്കുന്നത്. ഇത് ഒരു സമ്പ്രദായമായിട്ട് നമുക്കിവിടെ കാണാമെങ്കിലും ഇനി നമുക്ക് മൂന്നാമത്തെ സഭയായ പെർഗമോ സഭയുടെ കാലത്ത് വരുമ്പോൾ അത് ഒരു ഉപദേശമായി മാറുകയാണ്. അവിടെ വരുമ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ അതിന് സമ്പ്രദായമായിട്ട് ആദിമ സഭയിൽ അത് ഒരു ചുവടുവെപ്പായിട്ട്, ഒരു നടപ്പ്, ഒരു സമ്പ്രദായം എന്ന നിലയിൽ സഭയിലേക്ക് പ്രവേശിച്ചെന്നാണ് കാണുന്നത്. നിക്കിലിയുടെ നടപ്പ്. എന്നാൽ അതിനെ പകച്ചൊരു കൂട്ടം, അല്ലെങ്കിൽ അതിന് വെറുത്ത ഒരു കൂട്ടര് എഫീസിലെ സഭയിലുണ്ടായിരുന്നു. കർത്താവ് പറയുന്നത് ഞാനും അവരെ പകയ്ക്കുന്നു. ഒരു കൂട്ടര് അതിനെ അനുകൂലിച്ചു. അതുകൊണ്ടാണ് സഭയുടെ അധപ്പതനം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ അധപ്പതനത്തിൽ നിന്ന് മടങ്ങി വരിക എന്നതാണ് അടുത്ത് നാം കാണുന്നത്. 2-ാം അധ്യായത്തിലെ 7-ാം വാക്യം വായിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. നോക്കുക, ആത്മാവ് സഭകളോട് പറയുന്നത്. നാം പ്രാരംഭത്തിൽ കണ്ടത് സഭകളോട് അരുളി ചെയ്തത് ആരാണ്? ക്രിസ്തുവാണ്. 7 നക്ഷത്രങ്ങൾ വലങ്കൈ പിടിച്ചുകൊണ്ട് 7 പൊൻനില വിളക്കുകളുടെ നടുവിൽ നടന്നുകൊണ്ടതായ ക്രിസ്തുവാണ് അരുളി ചെയ്തത്, സംസാരിച്ചത്. ഇവിടെ നാം കാണുന്നു ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ ക്രിസ്തുവും ആത്മാവും രണ്ടല്ല, ഒന്നാണ്. ആത്മാവായ ക്രിസ്തു. അപ്പോൾ ആത്മാവിന്റെ സംസാരം നാം കേൾക്കണമെങ്കിൽ നാം സഭയിലായിരിക്കണം. നമ്മുടെ കാതുകൾ അവന്റെ ശബ്ദത്തിന് വേണ്ടി ട്യൂൺ ചെയ്യണം. നമുക്ക് തടിച്ച കാതുകൾ ആവശ്യമില്ല. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം ആ കേട്ട ഭാഗത്തേക്ക് നാം തിരിയണമെന്ന് 1-ാം അധ്യായത്തിൽ നാം പഠിച്ചു. കാരണം ദൈവിക ദർശനം കാഴ്ചയിലൂടെ മാത്രമല്ല, കേൾവിയെയും ആശ്രയിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ നീ കാണുന്നതും കേൾക്കുന്നതും എഴുതുക എന്നാണ്. ഇവിടെ നാം 2-ാം അധ്യായത്തിൽ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ കേട്ട കാര്യങ്ങളുമുണ്ട്, കണ്ട കാര്യങ്ങളുമുണ്ട്. ആത്മാവിന്റെ സംസാരം കേൾക്കുവാൻ നാം എപ്പോഴും സഭയിലായിരിക്കണം. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഇബ്രാഹിം നാം പഠിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു എന്ന്. എന്നാൽ ഇന്ന് അവൻ പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നു. പുത്രന്റെ സംസാരമാണ് നാം കേൾക്കുന്നത്. അവൻ ആത്മാവായി തീർന്നു. ആത്മാവിന്റെ സംസാരമാണ് നാം കേൾക്കുന്നത്. മരണപുനരുത്ഥാനത്തിലൂടെ കടന്നുപോയി ആത്മാവായി തീർന്നു. ആത്മാവായി ക്രിസ്തു ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നു. അവന്റെ ശബ്ദം കേൾക്കുവാൻ നാം സഭയിലായിരിക്കണം. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത് വായിക്കും, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് 7 സഭകൾക്കുള്ള ലേഖനങ്ങളിലും സഭയുടെ ഡീഗ്രഡേഷനെ കുറിച്ച്, അധപ്പതനത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് ജയിക്കുക, ജയിക്കുക, ജയിക്കുക എന്നാണ്. ഓവർകം, ജയിക്കുക. എന്ത് ജയിക്കണം? എന്തിനെ ജയിക്കണം?
അവിടെ പറയപ്പെടുന്ന ഡീഗ്രേഡഡ് സിറ്റുവേഷനെ ജയിക്കണം. ഇന്ന് പലയിടത്തും നടക്കുന്ന സംഭവങ്ങൾ, പല സഭകളിൽ നടക്കുന്ന കാര്യങ്ങൾ ദൈവവചന വിരുദ്ധമാണ്, തെറ്റാണ് എന്ന് അറിയാമെങ്കിലും അതിന് ജയിക്കുന്നവർ തുലവും കുറവാണ്. പലപ്പോഴും നമ്മൾ ജയിക്കുക എന്ന് പറയുന്നു എങ്കിലും അത് ജയിക്കുകയല്ല ചെയ്യുന്നത്, ഓവർകം ചെയ്യുകയല്ല ചെയ്യുന്നത്, കോംപ്രമൈസ് ചെയ്യുകയാണ്. ഇവിടെ കോംപ്രമൈസ് അല്ല വേണ്ടത്, ജയിക്കുക എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരിക. അങ്ങനെ പുറത്തു വന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിത് സംസാരിക്കാൻ കഴിയുന്നത്. ഇന്ന് അങ്ങനെ പുറത്തു വന്ന അനേക വിശുദ്ധന്മാർ, അനേക ദൈവമക്കൾ പ്രായോഗിക സഭാജീവിതം നയിക്കുന്നുണ്ട്, പ്രാദേശിക സഭയിൽ അംഗങ്ങളായിരിക്കുന്നുണ്ട്. അവർക്ക് ക്രിസ്തുവിനെ ആസ്വദിക്കുവാനും ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനും മാത്രമാണ് കഴിയുന്നത്. സംഘടനകളായിരുന്നപ്പോൾ, സോക്കോൾഡ് ചർച്ചസിലായിരുന്നപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളും മാനുഷിക ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് യഥാർത്ഥമായ കർത്താവിനെ ആസ്വദിക്കുവാനും അവനെ അനുഭവിക്കുവാനും കഴിയുന്നുണ്ട്, അവനെ വെളിപ്പെടുത്തുവാൻ, അവനെ എക്സ്പ്രസ് ചെയ്യുവാൻ. അതിനുവേണ്ടി കർത്താവ് അനേകരെ ജയാളികളായി പുറത്തു കൊണ്ടുവരികയാണ്. ഞങ്ങൾ ജയാളികളാണെന്ന് അവകാശപ്പെടുകയല്ല ചെയ്യുന്നത്, എന്നാൽ ഇവിടെ ജയിക്കുവാനുള്ളൊരു അവസരമുണ്ട്, ഒരു ഗ്രൗണ്ടുണ്ട് സഭാ ജീവിതത്തിൽ. കാരണം ജയിക്കുന്നവന് തീരുമാനം കൊടുക്കുമെന്ന എന്ത്? ദൈവത്തിന് പ്രതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. ഇവിടെ തിന്നുക, ഭക്ഷിക്കുക എന്നത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ഏദൻ തോട്ടത്തിലാക്കിയിട്ട് അവനെ തോട്ടത്തിന് മുമ്പിൽ നിർത്തി, അല്ലെങ്കിൽ ജീവവൃക്ഷത്തിന് മുമ്പിൽ നിർത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു ഭക്ഷിക്കാൻ പറഞ്ഞു. ഭക്ഷിക്കുന്നൊരു മാർഗമാണിത്. മതങ്ങൾ പഠിപ്പിക്കുന്നു, അവർ ഡോക്ട്രിൻ പഠിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തു, കർത്താവ് നമ്മെ ഫീഡ് ചെയ്യുന്നു, പോഷിപ്പിക്കുന്നു, നമുക്ക് ഭക്ഷണമായി പാനീയമായി അവനെ തന്നെ നമുക്ക് നൽകുന്നു. അങ്ങനെ നാം പോഷണം പ്രാപിക്കുന്നു. ഇവിടെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നൊരു തോട്ടത്തിൽ ആദമൻ നഷ്ടപ്പെട്ടതായ, മനുഷ്യന് നഷ്ടപ്പെട്ടതായ ആ ഏദൻ തോട്ടത്തിലെ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുവാൻ ഇന്ന് സഭാജീവിതത്തിൽ അവൻ നമ്മെ യോഗ്യരാക്കി തീർത്തിരിക്കുകയാണ്. ജീവവൃക്ഷത്തിൽ നിന്ന് അവകാശിയാകുവാൻ കഴിയാതെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായ മനുഷ്യൻ അറിഞ്ഞു തിരിഞ്ഞു നടന്നു. ദൈവം അവനെ വീണ്ടും യഥാസ്ഥാനത്താക്കി. നമുക്ക് പഴയ നിയമത്തിലൂടെ പഠിച്ചു വരുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ക്രിസ്തു ഇന്ന് ആ ജീവന്റെ അപ്പമാണ്. നമുക്കവിടെ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഞാൻ ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം എന്ന് കർത്താവ് പറഞ്ഞു. അവൻ ജീവവൃക്ഷമാണ്, മന്നയാണ്. അവൻ നമ്മെ പോഷിപ്പിക്കുന്ന, പഴയ നാം പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ അവിടെ നല്ല ദേശത്തിലെ എല്ലാ വിഭവങ്ങളും ക്രിസ്തുവാണ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു നമ്മെ പോഷിപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ ദൈവത്തിന്റെ പർദീസയിലെന്ന് എടുത്ത് പറയുന്നുണ്ട്. പർദീസ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നിദ്ര പ്രാപിക്കുന്ന വിശുദ്ധന്മാർ വിശ്രമിക്കുന്ന ഇടമാണ്, ഒരു പ്ലസന്റ് പ്ലേസ്. ഇവിടെ ദൈവത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഏദൻ പ്രതീക്ഷയെ കുറിച്ച് അറിയാം. ആദം വസിച്ച സ്ഥലമായിരുന്നു ഏദൻ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഏദൻ തോട്ടം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോക്കസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാരഡൈസ്. അബ്രഹാം തുടങ്ങിയതായ, അബ്രഹാം മുതലുള്ള സകല വിശുദ്ധന്മാരും പാർക്കുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന ഒരു പ്ലസന്റ് പ്ലേസ്. ഇവിടെ
ദൈവത്തിന്റെ പർദീസ എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ യെരൂശലേമാണ്. പുതിയ യെരൂശലേമാണ്. പുതിയ യെരൂശലേമിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും 21-ന്റെ 2-ാം വാക്യവും 10-ാം വാക്യവും 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പുതിയ യെരൂശലേമിനെ കുറിച്ച് കാണാൻ കഴിയും. അവിടെ ജീവവൃക്ഷമുണ്ട്, ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട്. ഏതിനും നഷ്ടപ്പെട്ടതായ ആ ജീവവൃക്ഷം നമുക്ക് പുതിയ യെരൂശലേമിൽ ലഭ്യമാണ്. ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ ജീവവൃക്ഷം ആയ ക്രിസ്തുവിനെ ഇന്ന് നാം അനുഭവിക്കണം. ആ അനുഭവം എന്ന് പറയുന്നത് സഭാജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവമാണ്. കാരണം സഭയാണ് പുതിയ യെരൂശലേമായിട്ട് പരിണമിക്കുന്നത്. സഭയുടെ ആത്യന്തിക പരിണിതിയാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം പുതിയ യെരൂശലേമിൽ ജീവവൃക്ഷം അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠപരമായ കാര്യമാണ്. എന്നാൽ അതിൻ്റെ ഒരു മുൻരുചിയാണ്, ഫോർടേസ്റ്റാണ് സഭാജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ആ പുതിയ യെരൂശലേമിൻ്റെ ഒരു മുൻരുചി അനുഭവിക്കുവാൻ ദൈവം നമ്മെ ഇവരെയും ഈ വചനത്തിലൂടെ ഇടയാക്കി തീർക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഇപ്പോഴേ ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സന്ദേശങ്ങൾ വെളിപ്പാട് പുസ്തക ജീവപഠനം എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇത് അപ്ലോഡ് ചെയ്ത ഉടനെ ലഭിക്കുന്നതാണ്. സ്നേഹത്തോടെ നിങ്ങളത് ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.